കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുഗ്രഹത്തിന്റെ അധിപനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹം ദൈവമക്കൾക്കുള്ള അവകാശമാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ സമർപ്പണവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ, വിശ്വാസത്തോടെ നിൽക്കാമെങ്കിൽ, ദൈവം നമുക്ക് സമൃദ്ധി നൽകുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. തിരുവചനത്തിൽ നാം കാണുന്നു, 5 അപ്പവും 2 മത്സ്യവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ യേശു അത് വർദ്ധിപ്പിക്കുകയും 5000-ഓളം പേരുടെ വിശപ്പടക്കുവാൻ അത് കാരണമാക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ദൈവം കാത്തുപരിപാലിക്കുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമവേല ചെയ്തിരുന്ന സമയം അവർ എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം വ്യക്തമാക്കുന്നു: ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ചു, വളരെ അധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവനും വ്യാപിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ഏതെങ്കിലും രീതിയിൽ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ, സഹനശക്തി നൽകുന്ന കർത്താവ് നമ്മുടെ കഷ്ടതയെ മറികടക്കുവാനുള്ള അഭിഷേകം നൽകുകയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നാം വിശ്വസിക്കണം. യാക്കോബ് പറഞ്ഞു, കേവലം ഒരു വഴിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്, ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അന്നു വേണ്ടുന്നത് നൽകുന്ന ദൈവമായ കർത്താവ്, വർധനവ് നൽകുന്ന ആ ദൈവത്തെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണമായ മനസ്സോടെ പൂർണ്ണമായ ആത്മാവോടും കൂടി നമുക്ക് പിൻചെല്ലാം, ആശ്രയിക്കാം. അവിടുത്തെ ആശ്രയിക്കുന്ന ആരെയും കർത്താവായ യേശു തള്ളിക്കളയുകയില്ല. ഇന്ന് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകി, ആരോഗ്യം നൽകി, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുവാൻ ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ഏക ആശ്രയം നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. അവിടുന്ന് ആശ്രയിച്ചാൽ നമുക്ക് ആകുലത ഉണ്ടാവുകയില്ല. നമ്മുടെ സംഗീതവും നമ്മുടെ രക്ഷയും കർത്താവായ യേശുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഏറ്റുപറയാം. ആശ്രയം നിന്നിൽ മാത്രം യേശു, ആകുലം തെല്ലും ഇല്ല. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. നീ മാത്രമേ സങ്കേതമായി എൻ ദൈവമേ. നീ മാത്രമേ സങ്കേതമായി എൻ ദൈവമേ. ആമേൻ, ഹല്ലേലൂയ. കൂരിരുട്ടിന്റെ താഴ്വരയിൽ നാം നടന്നാലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ അവിടെ നിന്നും കരകയറ്റും. നമ്മെ ഭയം കൂടാതെ അവിടെ നിന്ന് നടത്തും. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നെ വഴി നടത്തുന്ന സ്വർഗീയ പിതാവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന, സ്തോത്രം അർപ്പിക്കുന്നു. താഴ്വരയിൽ
നടക്കും ഭയം കൂടാതെ. കൂരിരുൾ താഴ്വരയിൽ നടക്കും ഭയം കൂടാതെ. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. അങ്ങാണ് എന്റെ ആശ്രയം. നീ മാത്രമേ ആശ്രയം. യേശുവേ, നീ മാത്രമേ ആനന്ദം. എന്റെ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എന്നെ സഹായിക്കുന്ന കർത്താവായ യേശുവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ ആവശ്യങ്ങളെ ഞാനിതാ സമർപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അങ്ങേക്ക് എന്നും സ്തുതി, ആരാധന, സ്തോത്രം അർപ്പിക്കുന്നു. എന്നെ കരുതുന്ന ദൈവമേ, അങ്ങല്ലാതെ ആരുമില്ലെൻ ദൈവമേ. അങ്ങല്ലാതെ ആരുമില്ലെൻ ദൈവമേ. യേശുവേ, അങ്ങേക്ക് മഹത്വം കർത്താവേ. എന്റെ ആശ്രയമായ ദൈവമേ, എന്നെ സഹായിക്കുന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.